ഫാത്തിമ ഫാത്തിമ എന്ത് എൻ്റെ അടുത്ത് വരണ്ടെന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ പറിച്ചത്? മാൻ അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരാ ഈ ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചയേശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഓന് വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ഓനാ? ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചാണിക്കാ. കുറച്ച് നേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ജെസിന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന ഇടങ്ങാറാവാണ്. ഇല്ലടാ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി. ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ? ഈ വലിയ കലാകാരനാണല്ലേന്ന്? ഹേയ് അങ്ങനൊന്നുമില്ല. എന്റെ മാന്റെ പടം നമ്മള് കണ്ട്. ആ അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ? എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? എന്തൊക്കാ? ഇറങ്ങി പോവാ. ഇറങ്ങി. എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ? വാ പോവാ. മോനെ, നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം നീ വന്ന് പാട്ടുപാടി മാനെ വരച്ച് എൻ്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്. ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് കൊടുത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. എന്താന്ന്? എടാ, എൻ്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല. ഈ മോളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇപ്പം നമ്മൾ നേരിൽ കണ്ടല്ല. എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ? ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടുമില്ല. ഓളൊരു പാവാണ്. ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ. കല്യാണം ഒന്ന് കഴിയട്ടെ. ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ. സൈക്കോയോ അതോ സംശയരോഗോ? ഡാബി എന്നോട് ദേഷ്യാണോ? ഏയ് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? മുജീക്കനോട് പറഞ്ഞാലേ? ആ പറ. അങ്ങനെ ആകെ കിളി പോയി നടക്കാന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ ചികിത്സിച്ചാ നീ കഷ്ടപ്പെടണ്ട. എടാ പക്ഷെ പറഞ്ഞാലും ഒരു കാര്യമില്ലടാ. പുറത്ത് പുള്ളി ഭയങ്കര മാന്യനാ. ഞാനിപ്പോ ഇത് പറഞ്ഞാണ്ടല്ല മുജീക്ക ചിരിക്കുള്ളൂ, ആരും വിശ്വസിക്കൂല. എന്തായാലും ഞാനും നിന്റെ പണി തീർത്ത് പോലെ. നമ്മൾ തമ്മിൽ കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻ്റെ കൂടെ ഞാൻ എങ്ങനെ? എൻ്റെ തങ്ങളെ റംലത്തനേക്കാൾ അപ്പുറാവൂലേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഫാത്തി? എടാ അബി, ആ
ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? പറ. നീ ഒന്നേ ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? എന്തോന്ന്? എടാ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. നീ ഇത് പോയി നിന്റെ മുജിക്കാട് പറയേ. നല്ല 2 ഗുളിക കഴിച്ചാൽ മാറാവുന്ന പ്രശ്നം ഇപ്പൊ അയാൾക്കുള്ളൂ. അതിന് ഞാൻ കയറി കല്യാണം മുടക്കേ. ശരി നന്ദി. എടാ അബി പ്ലീസ് എടാ. എടാ മുജീക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവൂല. എനിക്ക് പേടിയാ ഫാത്തി. എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ 2 ഉമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ.